കോൺഗ്രസിനെ ജയിപ്പിക്കുവാൻ ജനങ്ങൾ തയ്യാറാണ്. പിന്നെ എന്തുകൊണ്ടാണ് പലയിടങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടുന്നത്? അതിൽ പ്രധാന കാരണം ഒന്ന്, താഴെ തട്ടിൽ ബൂത്തിൽ പോലും ഇരിക്കാൻ ആളുകളില്ല എന്നുള്ളതാണ്. അതായത് താഴെ തട്ടിൽ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് സാരം. അതിൻ്റെ കാരണക്കാരൻ ആരാണ്? സ്വാഭാവികമായും പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ. എന്നാൽ ഇനി അത് നടപ്പില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഒരു താക്കീത്. അതായത് തൃശ്ശൂരിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് പരിശോധിക്കുമ്പോൾ ഉൾപാർട്ടി പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുവാൻ ആളില്ലാത്തതിൻ്റെ ദുർബലതയും ഒക്കെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയും കോൺഗ്രസ് അതിദയനീയമായ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തതിൻ്റെ പ്രധാന കാരണം. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് നിന്ന UDF ആണ് 2024 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അതും കെ മുരളീധരനെ പോലെ അവിടെ ജനിച്ചു വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഏറ്റവും ശക്തനായ, കോൺഗ്രസിലെ തന്നെ ഏറ്റവും ശക്തനായ തലയെടുപ്പുള്ളൊരു നേതാവ്, അദ്ദേഹം പരാജയപ്പെടുന്നു. അതിലെ പ്രധാന കാരണം സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരും നേതാക്കന്മാരും, പ്രാദേശിക നേതാക്കന്മാരും പ്രവർത്തകരും. ഇങ്ങനെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ നിരവധിയായി വരുന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ പ്രത്യേകമായ ശ്രദ്ധ കേരളത്തിലെ ഹൈക്കമാൻഡും ജില്ലകളിലെല്ലാം സംസ്ഥാന നേതൃത്വവും നൽകുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അതായത് വിജയിക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ ഒന്ന് തന്നെയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിലെത്തുമെന്ന ജനങ്ങളുടെ ഇപ്പോഴുള്ള വിശ്വാസത്തിന് കുറച്ചുകൂടി ആഴവും വ്യാപ്തിയും വർദ്ധിക്കുള്ളൂ എന്ന കൃത്യമായ കണക്കൂട്ടലിൻ്റെ ഭാഗമായാണ് സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും ഇപ്പോൾ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർക്ക് താക്കീത് നൽകിയിട്ടുള്ളത്. ഒരു ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരെല്ലാവരും കൃത്യമായി ഓരോ പഞ്ചായത്തുകൾ ഏറ്റെടുത്ത പഞ്ചായത്തിലെ നേതാക്കന്മാരെ വിജയിപ്പിക്കണം. അല്ലാത്ത പക്ഷം മറ്റൊരു തരത്തിലുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നോംസ് ഉന്നയിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും സീറ്റ് ആവശ്യപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായി സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കരുത് എന്ന കൃത്യമായ താക്കീതാണ് നൽകിയിട്ടുള്ളത്. അത് ദേശീയ തലത്തിൽ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയും സംസ്ഥാന തലത്തിൽ കെ സുധാകരനും നൽകിയിട്ടുണ്ട്. അത് വളരെ പ്രാധാന്യത്തോട് കാണുന്നുമുണ്ട്. കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിലേറാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവുമുണ്ട്. ഭരണവിരുദ്ധ വികാരം ഒരു തലക്കിലുണ്ട്. ഒരു വടതലക്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന രീതിയിലും കോൺഗ്രസിന് സാധ്യതയും സ്വാധീനവും ഏറെയാണ്. മറ്റൊന്ന്, BJPക്ക് ഒത്ത എതിരാളി എന്ന തരത്തിൽ കേരളത്തിൽ BJP വിരുദ്ധ ചിന്താഗതിയുള്ളവർ നിരവധി ആയതുകൊണ്ട് തന്നെ BJPയോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്ന കരുത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിലവിലുള്ളത് കോൺഗ്രസിനാണ് എന്ന വാദവും ശക്തമായ രീതിയിൽ കേരളത്തിൽ ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം കാര്യമായ രീതിയിൽ അലടിക്കുന്ന കേരളത്തിൽ കോൺഗ്രസ് എന്ന മറ്റൊരു ഓപ്ഷനിലേക്ക് ജനങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇനി എവിടെയാണ് കോൺഗ്രസിന് പരാജയങ്ങൾ സംഭവിക്കുന്നത്? 2021 കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരുവിതാംകൂർ മേഖലയിലും അതുപോലെ തന്നെ മലബാർ മേഖലയിലുമാണ് കോൺഗ്രസിന് വലിയ ദൗർഭാഗ്യകരമായ തോൽവി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന 1-2 ജില്ലകൾ മാത്രമാണ്, പ്രത്യേകിച്ച് വയനാടും എറണാകുളവും. അതല്ലാതെ മറ്റു മേഖലകളിലെല്ലാം കോൺഗ്രസിന് അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള മുന്നേറ്റം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം. വയനാട്ടിൽ 2 സീറ്റ്, കണ്ണൂരിൽ 2 സീറ്റ്, പാലക്കാട് 1 സീറ്റ്, കാസർഗോഡും കോഴിക്കോടും സീറ്റുകളില്ല, തിരുവനന്തപുരത്ത് 1 സീറ്റ്, കൊല്ലത്ത് 2 സീറ്റ്, ആലപ്പുഴയിൽ 1 സീറ്റ്, പത്തനംതിട്ടയിൽ സീറ്റില്ല, തൃശ്ശൂരിൽ 1 സീറ്റ്, എറണാകുളമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 14-ൽ 8 സീറ്റുകൾ നേടിയിട്ടുണ്ട്. മലപ്പുറത്ത് കോൺഗ്രസിന് സീറ്റുകൾ കുറവാണ്. അതായത് 2021 തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് പരിശോധിക്കുമ്പോൾ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞത് 60-ലേറെ സീറ്റുകൾ നേടിയെങ്കിൽ മാത്രമേ ഭരണത്തിൽ UDFന് എത്താൻ സാധിക്കൂ. ഘടകകക്ഷികൾ കൂടി കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ 60-ലേറെ സീറ്റുകൾ കോൺഗ്രസ് നേടണമെങ്കിൽ ഈ പറഞ്ഞ തിരുവിതാംകൂർ പോലെയുള്ള, തിരുവനന്തപുരം കൊല്ലം പോലെയുള്ള മേഖലകളും മലബാർ മേഖലകളുമൊക്കെ കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ട ആവശ്യകത ഏറെയാണ്. ഇനി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും കാസർഗോഡും ഉദുമയും കോൺഗ്രസിനെ പിടിച്ചെടുക്കാൻ സാധിക്കും. കണ്ണൂരിൽ ഇരിക്കൂറും പേരാവൂരും കണ്ണൂരും
അഴീക്കോടും ശക്തമായ രീതിയിൽ പിടിച്ചെടുക്കുവാൻ കഴിയുന്നവയാണ്. അവിടെ കൂത്തുപറമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അവിടെയും ശക്തി കേന്ദ്രമായി വളരാൻ കോൺഗ്രസിന് സാധിക്കും. വയനാട്ടിലേക്ക് വരുമ്പോൾ കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും കോൺഗ്രസിന് സ്വാധീനമേറെയാണ്. അവിടെ മാനന്തവാടിയാണ് കോൺഗ്രസ് പിടിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ വടകരയും കൊടുവള്ളിയും കോൺഗ്രസ് നിലവിലുള്ള ഇടമാണ്. അവിടെ കുറ്റ്യാടി, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത്, നാദാപുരം, തിരുവമ്പാടി ഈ ഇടങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത കോൺഗ്രസിന് ഏറെയാണ്. മറ്റൊന്ന് മലപ്പുറമാണ്. മലപ്പുറത്ത് ആകെയുള്ള 16 സീറ്റിൽ 14 സീറ്റും UDF വിജയിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അവിടെ ലീഗിൻ്റെ പിന്തുണ കൂടി വരുമ്പോഴാണ് UDFന് കരുത്താർജിക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ മലപ്പുറത്ത് കോൺഗ്രസ് കുറച്ചുകൂടി ശക്തി ആർജിക്കേണ്ട ആവശ്യകത ഏറെയാണ്. കാൽപന്തിൻ്റെ നാട്ടിൽ കാര്യമായ രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ കോൺഗ്രസിന് കാര്യമായ രീതിയിൽ പടർന്ന് പന്തലിക്കുവാൻ മലപ്പുറത്ത് സാധിക്കില്ല. പക്ഷേ UDFന് ഒറ്റക്കെട്ടായതുകൊണ്ട് UDFന് കുറച്ചേറെ സീറ്റുകൾ നേടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം മലപ്പുറത്തുണ്ട്. പാലക്കാട്ടേക്ക് വരുമ്പോൾ മണ്ണാർക്കാടും പാലക്കാടുമാണ്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിലുള്ള മണ്ഡലങ്ങൾ. കൂടാതെ തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, നെന്മാറ, ചിറ്റൂർ ഈ മണ്ഡലങ്ങളിൽ വിജയിക്കുവാനുള്ള സാധ്യതയും വിദൂരത്തിലല്ല. അത് വിജയിക്കുവാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും നിലവിൽ ആ ജില്ലയിലുണ്ട്. അതായത് നിലവിൽ ഈ പറഞ്ഞ ജില്ലകളിലെല്ലാം കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിക്കും. മലബാർ മേഖലയിലും ഈ പറഞ്ഞ തിരുവിതാംകൂർ മേഖലകളിലുമൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത നിലവിൽ കോൺഗ്രസിനുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പ്രാദേശിക തലത്തിൽ നേതാക്കന്മാർ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കണം. ബൂത്ത് തലത്തിൽ വാർഡ് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ഒക്കെ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ പ്രവർത്തിച്ച് മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പ്രവർത്തിച്ചു പോയില്ല എങ്കിൽ കാര്യമായ രീതിയിലുള്ള പ്രത്യാഘാതം അതിൽ ആ നേതാക്കന്മാർ ഏൽക്കേണ്ടി വരും എന്ന ശക്തമായ താക്കീതാണ് മല്ലികാർജ്ജുന ഖാർഗെയും കെ സുധാകരനും കേരളത്തിലെ പ്രാദേശിക പ്രമുഖ നേതാക്കന്മാർക്ക് നൽകിയിട്ടുള്ളത്.